ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 80-ാമത്തെ ക്ലാസ്സിലേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. തുടർന്നുള്ള ചില ക്ലാസ്സുകൾ സ്വർഗം അഥവാ ത്രിതല സ്വർഗം ഈ വിഷയങ്ങളായിരിക്കും എടുക്കുവാൻ താല്പര്യപ്പെടുന്നത്. അനേകാര്യങ്ങളുടെ ചോദ്യമാണ്, സ്വർഗം ഉണ്ടോ? അത് നാനാജാതി മതസ്ഥരും ഒക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. ക്രൈസ്തവരും അക്രൈസ്തവരും ഈ ചോദ്യങ്ങൾ പലയിടത്തും ഉന്നയിച്ചിട്ടുണ്ട്. സ്വർഗത്തെ പറ്റി പറയുന്ന ഏക ഗ്രന്ഥം ബൈബിൾ മാത്രമേ ഉള്ളൂ. ബൈബിൾ അല്ലാതെ ലോകത്തിലെ ഒരു ചരിത്ര ഗ്രന്ഥമോ ഒരു ഗ്രന്ഥമോ സ്വർഗത്തെ പറ്റി പറയുന്നില്ല. എന്നാൽ ബൈബിൾ സ്വർഗത്തെ പറ്റി വളരെ നല്ല നിലവാരത്തിൽ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. സ്വർഗം ഉയരത്തിലാണ്. അതിന് ധാരാളം തെളിവുകളുണ്ട്. എന്നാൽ ഒരു തെളിവ് പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്തേ? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ വീണ്ടും വരും. ബൈബിൾ 3 സ്വർഗങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഒന്നാം സ്വർഗം, 2-ാം സ്വർഗം എന്ന് പറയുന്ന നക്ഷത്രമണ്ഡലം, 3-ാം സ്വർഗം എന്ന് പറയുന്ന സ്വർഗാദി സ്വർഗം. പൗലോസ് പറയുന്നത് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ഇതിന് 3 സ്വർഗമുണ്ടെന്ന് ബൈബിൾ ശരിയാമണ്ണം പ്രസ്താവിക്കുന്നു. നാം ഒന്ന് ചിന്തിക്കുന്നത്, ഒന്നാം സ്വർഗം അഥവാ ആകാശമണ്ഡലം, അത് ലൂസിഫറും അവരുടെ അനുയായികളും ഇപ്പോൾ കൈയടക്കിയിരിക്കുകയാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോളേ, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന. വെളിപ്പാട് പുസ്തകം 12:7, പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി, മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പവും പടവെട്ടി. അവിടെ വായിക്കുമ്പോൾ മഹാസർപ്പം ജയിച്ചില്ലാതാനും സ്വർഗത്തിൽ അവരുടെ വാസസ്ഥലം പിന്നെ കണ്ടില്ല. അതുവരെയും കൈയടക്കിയതായ ഒന്നാം സ്വർഗം അഥവാ ആകാശമണ്ഡലം അവരെ ഒഴിവാക്കി. ലൂസിഫർ എന്ന് പറയുന്നത് അവൻ വലിയൊരു ശക്തിയാണ്. അവനാണ് ലോകത്തെ മുഴുവൻ തെറ്റിക്കുന്ന ഒരു അന്ധകാര ശക്തി. അവന് നല്ല ഉയർന്ന സ്ഥാനമാന പദവി ഉണ്ടായിരുന്നു. പക്ഷേ അതിനെക്കാട്ടിലും വലിയ പദവി, ഒറ്റ വാക്കി പറഞ്ഞാൽ അവൻ അത്യുന്നതനോളം സമനാകണമെന്നുള്ള ആഗ്രഹം കടന്നു വന്നു. ഇന്ന് അനേക ആളുകളുടെ പരാജയം സ്ഥാനം, മാനം, പദവി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശുശ്രൂഷയുടെ മുകളിലല്ല നമ്മുടെ സ്ഥാനവും നമ്മുടെ പദവികളും. നമ്മുടെ ശുശ്രൂഷയാണ് ഏറ്റവും വലുതെന്ന് ദൈവജനത്തിനോട് ഒരു ദൂത് ഞാൻ ഓർപ്പിക്കുകയാണ്.
അധികാര കസരയ്ക്ക് വേണ്ടി ഓടി നടന്നാൽ, ദൈവം ഏൽപ്പിക്കാത്ത സ്ഥാനത്തിനോട് ഓടി നടന്നാൽ ലൂസിഫറിന് വന്ന അപകടം ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കുക എന്നൊരാലോചനയും കൂടെ ഞാൻ ഈ സമയം ഓർപ്പിക്കുന്നു. ലൂസിഫറിന്റെ വിവിധ പേരുകൾ: 1 അപവാദി, 2 പിശാച്, 3 സാത്താൻ, 4 മഹാസർപ്പം, 5 പഴയ പാമ്പ്, 6 പരീക്ഷകൻ, 7 അധർമ്മമൂർത്തി, 8 നാശയോഗ്യൻ. ലൂസിഫറിനെ പറ്റി യെഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായം 12-ാമത്തെ വാക്യം: നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. വളരെയധികം സൗന്ദര്യമുള്ളവനായിരുന്നു അവൻ. ജീവിച്ചത് നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിൽ ആയിരുന്നു. അവനെ നിർമ്മിച്ചത് മണ്ണുകൊണ്ടൊന്നുമല്ല, മനുഷ്യനെ നിർമ്മിച്ചത് മണ്ണുകൊണ്ടാണ്. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളാൽ നിന്നെ മൂടിയിരുന്നു. അവന്റെ യാത്രയെപ്പറ്റി യെഹെസ്കേൽ പറയുന്നത്: നീ അഗ്നിമയമായ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു. ഇന്ന് ലോകത്തിൽ ആരും സഞ്ചരിക്കാത്ത അത്ര സംവിധാനമായിരുന്നു അവന് കൊടുത്തത്. നിന്നെ സൃഷ്ടിച്ച നാളിൽ നടപ്പിൽ ഒരു കളങ്കവുമില്ലായിരുന്നു, നിഷ്കളങ്കനായിരുന്നു. എന്നാൽ കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. ഒരുവൻ ദൈവകൃപ വിട്ടുപോകുന്ന ഒരു ദിവസം കൊണ്ടൊന്നുമല്ല, അവന്റെ ഹൃദയത്തിനകത്തെ അന്തർഭാഗത്തെ അനാവശ്യമായ ഒരുപാട് ദൈവത്തിൻ്റെതല്ലാത്ത ചിന്ത കടന്നു വരുമ്പോൾ ദൈവം നമ്പരൻ അവനെ കൈവിടും. പക്ഷെ പൊതുജനം അറിയയില്ല കൈവിട്ടോ ഇല്ലയോ എന്ന്. അടുത്ത ഭാഗം പറയുന്നത്: അഹങ്കാര നിമിത്തം നിന്റെ ജ്ഞാനം വഷളായി പോയി. അവനെ ദൈവം ആ സ്ഥാനത്ത് നിന്ന് തള്ളിയിട്ടു. ഒടുവിൽ ആയിരങ്ങളെ കോടിക്കണക്കിന് ജനം തെറ്റിക്കുന്ന പിശാചിന്റെ നേതാവായിരിക്കുന്നവനാണ് ലൂസിഫർ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ദിവസങ്ങളില് 3 സ്വർഗങ്ങളെപ്പറ്റി ലഘുവായിട്ട് ക്ലാസ് എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവന്റെ ജീവിതത്തിലെ അഹങ്കാരം ഒടുവിൽ ചെന്ന് പതിച്ചത് എവിടെയാണ്? ദൈവം നമുക്ക് കഴിവുകൾ, കൃപകൾ ദാനമാണെന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് നമ്മുടെ കഴിവിന്റെ പരമാവധി ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുക. 10 മിനിറ്റിനകമാണ് എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കാനുള്ളത് കൊണ്ട് ഞാൻ വളരെ ലഘൂകരിച്ചാണ് ഈ ക്ലാസ്സുകൾ എടുക്കുന്നത്. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമാണ്, ഭാരതം ഒരു വലിയ ഉണർവുണ്ടാകാൻ പോകുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ദൈവം അതിനു വേണ്ടി ഭാരതത്തെ നോക്കി വെയിറ്റ് ചെയ്യുന്നു. നിങ്ങളും അതിലൊരു അംഗമാകുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.